ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ IIT JAM കെമിസ്ട്രീൻ്റെ എക്സാം പാറ്റേൺ ആണ്. സോ നമ്മൾ IIT JAM കെമിസ്ട്രി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ എക്സാം എങ്ങനെയാണ്, നമുക്ക് എത്ര സമയമാണ് നമുക്ക് കിട്ടുന്നത്, എല്ലാം സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ, ഇത് നിർബന്ധമായിട്ടും അറിയണം. എന്നിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ചിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടും. അങ്ങനെ നമ്മൾ എഴുതുമ്പോഴാണ് നമ്മുടെ മാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒരു ജനറലി ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ എക്സാമിനും ഒരേ പാറ്റേൺ ആണ്. അതായത് MCQ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ -1 ആണ് വരാൻ പോകുന്നത്. പക്ഷേ IIT JAM കെമിസ്ട്രി എടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. 3ലും മാർക്കിംഗ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ IIT JAM കെമിസ്ട്രി എന്ന് പറയുന്ന എക്സാം പ്യൂർലി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ്. അതായത് നമുക്ക് 60 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അതിന് നമുക്ക് 3 മണിക്കൂർ എന്ത് കിട്ടുന്നുണ്ട്, ടൈമും കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഒരു പൊതുവേ ജനറലായിട്ട് നോക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ജാമിൻ്റെ ഒരു എന്താ പറയുക മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് മിനിമം നമുക്ക് എന്ത് കിട്ടും, 3 മിനിറ്റ് വരെ കിട്ടുന്നതായിരിക്കും. സോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു 60 ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളത്. ഈ ഒരു 60 ക്വസ്റ്റ്യൻ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ 3 സെക്ഷനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C. ഈ സെക്ഷൻ എയിൽ വരാൻ പോകുന്ന ആൾക്കാരാണ് MCQ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് സെക്ഷൻ ബിയിൽ വരാൻ പോകുന്നത് മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് സെക്ഷൻ സിയിൽ വരാൻ പോകുന്നതാണ് നമ്മുടെ NAT, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി ഓരോന്നിനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ജാമിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ എക്സാമിലും എല്ലാ ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ജാമിനെ സംബന്ധിച്ച് നമ്മുടെ സെക്ഷൻ എയിൽ മാത്രമാണ് നെഗറ്റീവ്. അതായത് MCQയിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തുള്ളൂ ഏറ്റവും, അതായത് ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് കറക്റ്റ് ക്ലിയർ ആയിട്ട് മാത്രം ആൻസർ ചെയ്യണം എന്നുള്ളൊരു കാര്യമുള്ളൂ. കാരണം ബാക്കി ഒരു സെക്ഷൻ MSQ എടുത്താൽ മതി, അല്ലെങ്കിൽ NAT എടുത്താലും നമുക്ക് നെഗറ്റീവേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടെൻഷനില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. സോ നമുക്ക് ആദ്യം MCQ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാത്രമാണ് നമുക്ക് എന്തുള്ളൂ നെഗറ്റീവ് ഉള്ളൂ. നെഗറ്റീവിന് തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ MCQനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ MCQ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്ത് എന്നല്ല, കറക്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാണെങ്കിൽ സെക്ഷൻ A ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. അതായത് സെക്ഷൻ A ക്വസ്റ്റ്യൻ 1 to 10, ഈ 1 മുതൽ 10 വരെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കറക്റ്റ് 1 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കറക്റ്റ് ആവാൻ പോകുന്നത്. അതിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ 3rd ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 3rd ഏതോ ഒരു ഓർഗാനിക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. സോ നിങ്ങൾ ഓപ്ഷൻ C കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1 മാർക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി നിങ്ങൾ അത് തെറ്റിച്ചു, നിങ്ങൾ B ഓപ്ഷൻസ് പോയി എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, -1/3 മാർക്ക് എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് വരും. അതായത് 0.33 മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ സ്കോറിന് നെഗറ്റീവിലേക്ക് പോകുന്നതായിരിക്കും. സോ 1 മുതൽ 10 വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ തെറ്റിച്ചാൽ 0.33 മാർക്ക് പോകുന്നതുമായിരിക്കും. ഇനി ഈ സെക്ഷൻ എയിൽ തന്നെ 2ാമത്തെ പാർട്ടുണ്ട്. അതായത് നിങ്ങൾ താഴെ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 11th ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ 11 to ക്വസ്റ്റ്യൻ 30 carries 2 മാർക്ക്. ആദ്യത്തെ 10ൽ നമുക്ക് 1 മാർക്കാണെങ്കിൽ ബാക്കിയുള്ള 20 ക്വസ്റ്റ്യന് നമുക്ക് എത്ര മാർക്ക് കിട്ടും, 2 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു 18ാമത്തെ ക്വസ്റ്റ്യൻ കാണിച്ചതാണ്. സോ 18ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം വേപ്പർ പ്രഷർ, അതായത് നമ്മുടെ സൊല്യൂഷൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ കറക്റ്റ് ആൻസർ D ആണ്. സോ നിങ്ങൾ D ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് കിട്ടും. ഇനി നിങ്ങൾ അത് തെറ്റിച്ചോ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0.33 നെഗറ്റീവ് അല്ല, പകരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് -2/3 മാർക്കാണ്. അതായത് 0.66 മാർക്സ് നിങ്ങൾക്ക് എന്താവും നിങ്ങളുടെ ടോട്ടൽ മാർക്കിന് കട്ടാവുന്നതായിരിക്കും. സോ എപ്പോഴും നിങ്ങൾ ജാം എക്സാം എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പാർട്ട് എന്ന് പറയുന്നത് ശരിക്കും MCQ. കാരണം ശരിയായാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, എന്നാൽ തെറ്റായാലോ നിങ്ങളുടെ മാർക്ക് നല്ല രീതിയിൽ നിങ്ങൾ പോലും അറിയാണ്ട് എന്ത് ചെയ്യും പോകുന്നതായിരിക്കും. കാരണം പാർട്ട് 2 അതായത് സെക്ഷൻ എയിലെ ബാക്കി 20 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 0.6 ഇപ്പം നിങ്ങൾക്ക് മേ ബി ആലോചിക്കും, 0.66 ഒക്കെ അല്ലേ, വളരെ ചെറിയൊരു മാർക്കല്ലേ എന്ന് വിചാരിച്ചാൽ കൂടെ അത് നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ മാർക്കല്ല. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, വേറെ ഏതൊരു എൻട്രൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് മിനിമം കിട്ടും. പക്ഷേ ഈ ഒരു ജാമിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് ഫസ്റ്റ് സെക്ഷൻ ആകെ 1 മാർക്കാണ് കിട്ടാൻ പോകുന്നുള്ളൂ. ബാക്കി 20 ക്വസ്റ്റ്യൻ ആകെ 2 മാർക്കാണ് കിട്ടാൻ പോകുന്നുള്ളൂ. ആ 2 മാർക്കിൽ നിന്ന് 0.66 പോയാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നാണ് അർത്ഥം. സോ മാർക്ക് സ്കോർ ചെയ്യാന്ന് പറയുന്നത് ജാമിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതേപോലെ തന്നെ മാർക്ക് പോയാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും എല്ലാം പോകുന്നതായിരിക്കും. സോ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളെപ്പോഴും പഠിക്കുമ്പോൾ ഏറ്റവും
മാക്സിമം ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവ് കുറക്കേണ്ട ഏരിയ ആണ് MCQ എന്ന് പറയുന്ന സെക്ഷൻ. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോകാം, ദാറ്റ് ഈസ് MSQ. MSQ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സെലക്ഷൻ ക്വസ്റ്റ്യൻസ്. ഇനിയുള്ള പാർട്ട് ബി ആയിക്കോട്ടെ പാർട്ട് സി ആയിക്കോട്ടെ നെഗറ്റീവ് ഇല്ല. സോ ഫസ്റ്റ് ഏരിയയിലിട്ട് അത്രയും ടെൻഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ MSQയിലും അതേപോലെ തന്നെ നാറ്റിലും ഇടണ്ട. ടെൻഷൻ ഇല്ലെങ്കിൽ കൂടെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയാസ് ആണ് ഇനി വരാൻ പോകുന്നത്. അതായത് MSQ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതിനൊരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് ചിലപ്പോൾ 4 ആൻസറും ശരിയാവാം, ചിലപ്പോൾ 3 ആവാം, ചിലപ്പോൾ 2 ആവാം, ചിലപ്പോൾ 1 ആവാം. അതാണ് MSQ. അതായത് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ഷൻ ഉള്ള, അതായത് ഒന്നിൽ കൂടുതൽ ആൻസർ കറക്റ്റ് ചെയ്തിട്ടുള്ള ശരിയായിട്ടുള്ള ഏരിയാസ് ആണ് അത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം MSQ എന്ന് പറയുന്നത് ആകെ 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സോ 10 ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 31 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 40 വരെയാണ്. ഇവിടെയാണ് കറക്റ്റ് നമുക്ക് 2 മാർക്കും കിട്ടും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 36 നമ്പർ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. സോ തെർമോഡൈനാമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം നിങ്ങൾ പഠിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് 3 ആൻസർ കറക്റ്റ് ഉണ്ട്. അതായത് A, B, C ഈ 4 ഓപ്ഷൻസും കറക്റ്റാണ്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങൾ 3 കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, അതായത് 3 മാർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. 3 നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 മാർക്ക് കറക്റ്റ് കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങളോട് C ഓപ്ഷൻ വിട്ടുപോയി, എയും ബിയും നിങ്ങൾ മാർക്ക് ചെയ്തു, എന്നാൽ എല്ലാം പോയി. കാരണം നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടാൻ പോകുന്നില്ല, 0 മാർക്കായിരിക്കും. സോ ഇതാണ് ഒരു MSQന്റെ പ്രശ്നം. അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഓപ്ഷൻസ് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. കാരണം ഒരു ഓപ്ഷൻ പോലും വിട്ടുപോയാൽ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എക്സ്ട്രാ ആയി പോയാൽ കയ്യിൽ നിന്ന് പോയതാണ്. പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് എന്തായാലും നെഗറ്റീവ് ഇല്ലല്ലോ എന്നുള്ളതാണ്. ഇനി ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊരു ഇപ്പോൾ ജാം എഴുതുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എക്സാം എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ശരിക്കും MCQയും അതേപോലെ തന്നെ നാറ്റും ആണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളെ സമയം കൂടുതൽ MSQയിലേക്ക് ഇടാൻ പാടില്ല. ഞാൻ പൊതുവേ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. അതേപോലെ തന്നെ എല്ലാവരും എന്താ പറയുക MSQയിലൊക്കെ കുറേ സമയമായിട്ട് നാറ്റിലൊന്നും കൊടുക്കാത്തൊരു ട്രെൻഡ് കാണുന്നുണ്ട്. സോ അതൊരിക്കലും ചെയ്യരുത്, ഭയങ്കര മണ്ടത്തരാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങളോട് വിട്ടുപോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തെന്ന് വിചാരിക്കുക, നിങ്ങളെ കയ്യിൽ നിന്ന് പോയതാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ശരിക്ക് എൻ്റെ എത്രത്തോളം ശരിയായി, എൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് മനസ്സിലാവുന്നില്ല. സോ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുതെന്ന് വെച്ചാൽ MSQയിൽ കുറേ സമയമിട്ട് ഞാനത് ശരിയാക്കട്ടെ എന്നുള്ള വിചാരിക്കുകയും ചെയ്യരുത്. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻ്റെ ആ 2 മാർക്ക് വേണം നിങ്ങൾക്ക് നാറ്റിൽ നിന്ന് ഉണ്ടാക്കാം. നിങ്ങൾക്ക് നാറ്റിൽ തന്നെ കിട്ടും, കാരണം അവിടെയും നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ്. സോ കൂടുതൽ MSQയിൽ നിങ്ങൾ ടൈം ഒരിക്കലും പ്രിപ്പയർ ചെയ്യുമ്പോൾ കൊടുക്കരുത്, കൂടുതലും മറ്റേ 2 സെക്ഷനിൽ കൊടുക്കേണ്ടതാണ് കേട്ടോ. സോ ഇതാണ് MSQയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ലാസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള നാറ്റിലേക്ക് പോവാം, ദാറ്റ് ഈസ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്. ഈ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് തുടങ്ങുന്നത് നമുക്കറിയാം 41 ക്വസ്റ്റ്യൻസ് മുതലാണ്. സോ ഈ നാറ്റിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാനല്ല, നമ്മളൊരു എക്സാമിൽ നിങ്ങൾക്ക് 2 സെക്ഷൻസ് ആയിട്ട് കാണാൻ പറ്റും. സോ 41 മുതൽ 50th ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ആൻസറിന് 1 മാർക്കിനാണ് കിട്ടാൻ വന്നത്. പക്ഷേ MCQ പോലെ നെഗറ്റീവ് ഇല്ല, നിങ്ങൾ തെറ്റിച്ചാൽ അത്ര തന്നെ ഉള്ളൂ. സോ നാറ്റിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് ഗേറ്റ് കാൽക്കുലേറ്റർ ഒക്കെ അവൈലബിൾ ആണ് നമ്മളുടെ എക്സാമിൻ്റെ സമയത്ത്. നമ്മൾ നേരെ നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിൻ്റെ പ്രത്യേകത. സോ 41 മുതൽ 50th വരെയുള്ള ക്വസ്റ്റ്യന് നമുക്ക് 1 മാർക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 41th ക്വസ്റ്റ്യൻ തന്നെ കാണിച്ചു തരാണെങ്കിൽ, ഇവിടെ നമ്മളോട് ചോദിച്ചത് മോളിക്കുലർ വെയിറ്റ് ഓഫ് ദി മേജർ പ്രൊഡക്റ്റ് ആണ്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 394 ആണ്. സോ 394 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടും. നിങ്ങൾ ആ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ 394 എന്ത് ചെയ്യുക, നേരെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ആൻസർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കൂടി വന്നോളും. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ സിയിൽ തന്നെ 51 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടും. പ്രത്യേകിച്ച് നെഗറ്റീവും കൂടെ ഇല്ലാത്തതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നാറ്റ് എന്ന് പറയുന്നത്. കൂടുതലും എന്താ പറയുക, ഫിസിക്കലിനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ഇനോർഗാനിക്കിനൊന്നും കൂടുതൽ വരില്ല, പിന്നെ ഓർഗാനിക്കിന്നൊക്കെ ആയിരിക്കും വരിക. സോ അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 51 ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 51ൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് നമ്മളുടെ ന്യൂമറിക്കലിൻ്റെ വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 394 എന്ന് പറയുന്നത് കറക്റ്റ് ഞാൻ 394 എഴുതിയാൽ മാത്രമേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻഡബിൾ ആണ്. കാരണം നമുക്കിപ്പോൾ പോയിന്റ് വാല്യൂസ് ഒക്കെ ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0.12 ആണ് എൻ്റെ ആൻസർ എങ്കിൽ നിങ്ങൾക്ക് റേഞ്ച് ഉണ്ടാവും. അതായത് 0.12 മുതൽ 0.13 വരെ നിങ്ങൾ, അതായത് 12 തന്നെ എഴുതണമില്ല, 13 എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും, അവിടെ സ്കോർ കിട്ടും. പക്ഷേ എല്ലാ ആൻസറിനും റേഞ്ച് ഉണ്ടാവണം എന്നില്ല. എന്നാൽ കൂടെ നമ്മുടെ ഡെസിമൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റേഞ്ച് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കോളും,
മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് 51th ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. സോ 51 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 2 ഓപ്ഷൻ, അതായത് ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 7 എന്നുള്ള നമ്പർ എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, മാർക്ക് കിട്ടുന്നതായിരിക്കും. സോ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ആൻസർ കീയും അവൈലബിൾ ആയിരിക്കും. വേണമെങ്കിൽ ഞാൻ നമ്മളുടെ വീഡിയോൻ്റെ താഴത്തെ തന്നെ 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും കൂടെ അവൈലബിൾ ആക്കി തരാം. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും, അതായത് ആൻസർ കീ എങ്ങനെയാണ് പോകുന്നത്, എത്ര മാർക്കാണ്, എങ്ങനെയാണ് ഈ റേഞ്ചൊക്കെ വാരി ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇത്രയാണ് നമ്മളുടെ നാറ്റിലുള്ളത്. സോ MCQ, MSQ, നാറ്റ്. MCQയിൽ മാത്രം നെഗറ്റീവ്, അതിൽ 2 സെക്ഷൻ, 1ഉം അതേപോലെ തന്നെ 2 മാർക്സും. അതിൽ തന്നെ നിങ്ങളുടെ എത്രയാണോ മാർക്ക് അതിൻ്റെ ബേസിസിൽ നെഗറ്റീവ് വരും. MSQ 10 ക്വസ്റ്റ്യനേ ഉള്ളൂ, അതിൽ നെഗറ്റീവ് ഇല്ല. അതേപോലെ തന്നെ 2 or 3 ഓപ്ഷൻസ് കറക്റ്റ് ആവാം, 2 അല്ലെങ്കിൽ 3 ഇതാണ് നോർമലി വരുന്ന റേഞ്ച്. 2 ആൻസർ ശരിയാവാം, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ, അല്ലാതെ 4 ശരിയാവാം അല്ലെങ്കിൽ 1 ശരിയാവാം എന്നുള്ള ഓപ്ഷൻസ് അതിൽ വരാറില്ല. പിന്നെ നാറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ആദ്യത്തേന് എന്താ പറയുക, റേഞ്ച് ഉണ്ടാവും, ന്യൂമറിക്കലി ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഗേറ്റ് കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്ത് കാൽക്കുലേഷൻസ് ഏറ്റവും സ്ട്രോങ് ആക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. സോ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫൈനൽ മോക്കൊക്കെ വരുന്ന സമയത്ത് അതായത് നിങ്ങളുടെ MCQയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക, അതേപോലെ തന്നെ നാറ്റിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക, എന്നിട്ട് MSQയിലേക്ക് വരിക. ഇങ്ങനത്തെ ഒക്കെ സ്ട്രാറ്റജീസ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് MSQ ഉണ്ടല്ലോ, സോ ഓപ്ഷൻസ്, അതായത് തിയറി പാർട്ട് പഠിക്കുന്ന സമയത്ത് ഏറ്റവും എന്താ പറയുക ബേസ് മുതൽ ക്ലിയർ ആക്കി പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതാണ് നമ്മളുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. സോ താങ്ക് യു.